കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഒരുമാതിരി ആളൊഴിഞ്ഞ ഉത്സവപ്പുറമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെയായി. ആദ്യമൊക്കെ വല്ലാതെ ആവേശം ആരോ നിറഞ്ഞു നിന്നിടത്ത് ഇപ്പോൾ പാർട്ടി വല്ലാണ്ട് ശൂന്യമായി. ഈ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നിരവധി കോൺഗ്രസ്സുകാരല്ലേ ഒറ്റയടിക്ക് BJP പാളയത്തിലേക്ക് ഇടം പിടിച്ചത്. അത് കോൺഗ്രസിന് ഏറ്റ വലിയൊരു പ്രഹരം തന്നെയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുന്നേ ആയിരുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായ കമൽനാഥ് BJPയിലേക്കെന്ന വാർത്ത പുറത്തു വരുന്നത്. അതും കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് നൽകിയത്. കോൺഗ്രസിനുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വേരോടെ നശിച്ചു തുടങ്ങിയിട്ടും നെഹ്റു കുടുംബത്തിൻ്റെ അഹങ്കാരത്തിന് യാതൊരുവിധ കുറവുമില്ല എന്നുള്ളതാണ് അവരുടെ ചില പ്രവർത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമൽനാഥ് ഇപ്പോൾ BJPയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതും ഈ കോൺഗ്രസ്സുകാരുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണെന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം ഏപ്രിൽ 2-ന് രാജ്യസഭയിൽ ഒഴിവ് വരുന്ന 4 സീറ്റിൽ 1 തനിക്ക് നൽകണമെന്ന് കമൽനാഥ് സോണിയാഗാന്ധിയെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ തോൽവിയിൽ കമൽനാഥിന് പങ്കുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീറ്റ് നൽകാനും രാഹുലിന് വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി തീരുമാനത്തിൽ കോൺഗ്രസ് നേതാക്കൾ അസ്വാരസ്യരാണെന്ന് മധ്യപ്രദേശ് BJP അധ്യക്ഷൻ VD ശർമ്മ അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മുൻ മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ മകൻ നകുൽനാഥ് സോഷ്യൽ മീഡിയയിലെ തൻ്റെ ബയോയിൽ നിന്ന് കോൺഗ്രസ് എന്ന പേര് ഒഴിവാക്കിയിരിക്കുകയാണ്. അടിപൊളി. നകുൽനാഥും പിതാവ് കമൽനാഥും BJPയിലേക്ക് കൂറുമാറുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് നകുൽനാഥിൻ്റെ ഈ പ്രവൃത്തി. ഇന്ന് ഡൽഹിയിലെത്തുന്ന കമൽനാഥ് BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അഭ്യൂഹങ്ങൾ ശക്തമാണ്. മധ്യപ്രദേശിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി ഈ ആഴ്ച ആദ്യം നിരവധി നേതാക്കളാണ് BJPയിൽ ചേർന്നത്. മുൻ MLA ദിനേശ് അഹിർവാറും വിദിഷയിൽ നിന്നുള്ള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാകേഷ് കരാടനെയും ഫെബ്രുവരി 12-ന് BJPയിൽ ചേർന്നിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം നിരസിച്ചതിൽ അസ്വസ്ഥരായ മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കായി പാർട്ടിയുടെ വാതിലുകൾ തുറന്നിട്ടുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മയും പറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നും കോൺഗ്രസിന്റെ ഏക ലോക്സഭാ MPയാണ് നകുൽനാഥ്. ചന്ദ്വാര ലോക്സഭ സീറ്റിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം ഇദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടി ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും നടത്തിയിട്ടില്ല. ഇത്തവണയും ഞാൻ നിങ്ങളുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നും കമൽനാഥോ നകുൽനാഥോ മത്സരിക്കുമോ എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. കമൽനാഥ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു നകുൽനാഥ് പറഞ്ഞത്. കമൽനാഥിന്റെ കോട്ടയാണ് ചിന്ദ്വാര. 2019-ലെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മറ്റ് 28 സീറ്റുകളിൽ BJP വിജയിച്ചിട്ടും ചിന്ദ്വാരയിൽ നിന്ന് നകുൽനാഥിന് വിജയിക്കാനായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.